ഹായ് ഹലോ എല്ലാവർക്കും സീതാസ് ലോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മളൊരു ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഞണ്ട് റോസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്തു. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ മിക്സിയിൽ മുറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ല ചെറിയ രീതിയിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മുറിച്ചെടുത്ത ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിന് മസാല ചേർക്കുക. നമ്മളിതിനകത്തോട്ട് ഗരം മസാല ചേർക്കുന്നുണ്ട്, പിന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, കുരുമുളക് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ആവശ്യത്തിന് ചേർക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഫിഷ് ഫ്രൈ മസാല കേട്ടോ. അതും കൂടി ചേർക്കുമ്പോൾ നല്ലതായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പോൾ നമ്മളിതൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പക്ഷേ ഒരു സാധനം കൂടി ഇടാൻ മറന്നു കേട്ടോ. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ രണ്ടാമതായിട്ടോ അതിനകത്ത് ചേർക്കുന്നത്. അങ്ങനെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഞണ്ട് ഇട്ട് കൊടുക്കുക. ഞണ്ടും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റുക. അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിളപ്പിക്കുക. അപ്പോൾ നമുക്ക് അടിപൊളി നല്ല മണമാട്ടോ അതിന് വരുന്നത്. ഇത് കഴിക്കാൻ ഭയങ്കര സൂപ്പർ ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് സ്മെല്ലാണ് ഭയങ്കര നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ദോശയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഉഴുന്ന് ദോശയാട്ടോ. അപ്പോൾ ഉഴുന്ന് ദോശയും അതുപോലെ ഞണ്ട് റോസ്റ്റും സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.